ഞങ്ങളുടെ ഏറ്റവും ബഹുമാന്യരായ പ്രേക്ഷകർക്ക് വന്ദനം. നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അത്രേ. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസവും ധൈര്യവും തരുന്നു. നാം ഒരുമിച്ച് 17-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ നിന്ന് അല്പം കൂടെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, അങ്ങെനിക്ക് ഉത്തരമരുളുമല്ലോ. അങ്ങയുടെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. ഇതൊരു ആവർത്തന പ്രാർത്ഥനയാണ്, അഥവാ ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് ദൈവവചനമാണെന്നുള്ള ആ ബഹുമാനത്തിൽ നിന്നുകൊണ്ട് നമ്മളിതിനെ കാണണേ. ചില ആളുകൾ ചില വചനങ്ങളെ എടുത്തിട്ട് ദുശാഠ്യം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ വ്യക്തമാക്കാം. ഇന്നേക്ക് 25 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് പറയുന്നത്. 24 കൊല്ലം മുമ്പ് ഒരു വീട്ടിൽ രോഗിയായിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ അവിടെ പുതിയ ആളാണ്. ഞാൻ പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ അവിടുത്തെ സഹോദരി പറയുകയാണ്, ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. അപ്പോൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അപ്പോൾ ഇനിയും പ്രാർത്ഥിക്കണ്ടേ? വേണ്ട. ലഭിച്ചോ? ലഭിച്ചു. ജനിച്ചിട്ട് വളരാത്ത 2 കുഞ്ഞുങ്ങളാണ്. എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഓർമ്മകൾ വല്ലാതെ വേദനിപ്പിക്കുന്നു. അവരെ ആരോ മിസ്ഗൈഡ് ചെയ്തു. എൻ്റെ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാരങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തോ കഷ്ടമാണ്. ഇങ്ങനെ കേരളത്തിൽ തന്നെ ധാരാളം ട്വിസ്റ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് ഉണ്ട്. ഇങ്ങനെ മസില പിടിക്കേണ്ട കാര്യമുണ്ടോ? ആ കുഞ്ഞുങ്ങൾ 2 ഇന്ന് ഭൂമിയിലില്ല. ഉടനെ എൻ്റെ മനുഷ്യ സ്വഭാവത്തിന് നിങ്ങൾ മറുപടി ലഭിച്ചെന്നല്ലേ പറഞ്ഞേ, അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചത് മരിക്കാനായിരുന്നോ എന്നൊക്കെ പോയി ചോദിക്കണം എന്നൊക്കെ തോന്നിയെങ്കിലും അവർ ഓൾറെഡി വേദനിച്ചിരിക്കുന്നു, ഇനി അവരെ വേദനിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ ആ ചീത്ത സ്വഭാവത്തെ ശാസിച്ചു. അവർ പാവം നല്ല നിഷ്കളങ്കരായ മനുഷ്യരാണ്. പക്ഷെ ഇങ്ങനെ ഒരു ടീച്ചിങ് അവരെ അങ്ങ് വളച്ചു. നോക്കൂ, ഞാനിത് പറയുമ്പോഴും ഇത് പഴയ നിയമം അല്ലേന്ന് ചോദിക്കും, എന്നാലും കേട്ടോ. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരം അരുളുമല്ലോ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണേ. അങ്ങനെയൊക്കെ പറയണോ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ എന്ന് ഒരു യുക്തി നിങ്ങളെ വലട്ടുന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമോ എന്ന് നോക്ക്. കർത്താവ് പറഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ ഈ ഭാഗം ക്ലിയറാവും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ ഈ ഉപമയും പറഞ്ഞു. അപ്പം മടുപ്പ് വരും, എന്നാലും പ്രാർത്ഥിക്കുക. ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒരർത്ഥം അവിടെ വരുന്നില്ലേ? സംശയം തീർക്കാൻ വേണ്ടി നിങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിച്ചു വരുമ്പോൾ, ഒരു വിധവ ഒരു ന്യായാധിപൻ്റെ വീട്ടുപടിക്കൽ ചെന്ന് അവൾക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുവാൻ റിപ്പീറ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യുന്നു. റിപ്പീറ്റഡ് റിക്വസ്റ്റ്. പക്ഷെ അവൻ അവളെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. കർത്താവ് പറയാണ്, പക്ഷെ അവൾ മടുത്തില്ല. അവൻ അവഗണിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും
അവൾ അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് മടുത്തു പോകാത്ത പ്രാർത്ഥനയെന്നാണ് ആ ഉപമയുടെ അർത്ഥമെന്നാണ് എൻ്റെ 40 കൊല്ലത്തെ പഠനത്തിൽ നിന്നും മനസ്സിലായത്. അപ്പം കർത്താവ് അവഗണിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ ഒന്നും അങ്ങനെ പറയാൻ അറിയത്തില്ല. കർത്താവ് അവഗണിക്കുന്നതായിരിക്കണമെന്നില്ല. അവിടെ പറഞ്ഞ ഉപമ മുഴുവൻ എടുക്കണ്ട. അതൊരു ന്യായാധിപനാണ്, അവൻ ദൈവഭയമില്ലാത്ത ന്യായാധിപനാണ്. അതിനകത്തുനിന്ന് ആ എക്സാമ്പിൾ എടുത്താൽ മതി. ആ ന്യായാധിപൻ്റെ സ്വഭാവം അല്ലല്ലോ നമ്മളെ ദൈവത്തിന്. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുകയാണ്. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമയുണ്ടാകുന്നു, നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നു, ആശ്രയം വർദ്ധിക്കുന്നു, ആശ്രയബോധം വർദ്ധിക്കുന്നു. ഇങ്ങനെ റിപ്പീറ്റ് റിക്വസ്റ്റ്, ഇത് പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക അനുഭവമാണ്. പ്രാർത്ഥനയും ആവർത്തനവും ഇതൊക്കെ പ്രാർത്ഥിച്ച കാര്യങ്ങളല്ലേ? അതെ, ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. മറുപടി കിട്ടിയാലും കിട്ടിയില്ലേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം എത്രയോ വലിയവനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ ആ വലിയ ദൈവത്തെപ്പറ്റി ഒരു ദർശനം പ്രാപിക്കണം. നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ചിലതിന് മറുപടി വൈകും, ചിലതിന് മറുപടി ദൈവം തരാതിരിക്കും, പിന്നത്തേതിൽ അതിൻ്റെ അർത്ഥം നമുക്ക് തരും. ഇങ്ങനെയൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് ഉപകാരമായി തീരാൻ ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രാർത്ഥിക്കുമ്പോൾ മടുപ്പുളവാകുന്നു എങ്കിലും പിന്നെയും ആവർത്തിച്ച് 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 പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ മടുപ്പിനെ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.